നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജയിച്ചേ തീരുമെന്നുള്ള വാശിയൊന്നും എനിക്കില്ല. പക്ഷേ തോൽപ്പിച്ചേ തീരുമെന്ന് വാശി പിടിക്കുന്നവരുടെ മുന്നിൽ തീർച്ചയായിട്ടും ജയിക്കണം. എന്നെ വേദനിപ്പിച്ച പലരോടും എനിക്ക് പകയോ പ്രതികാരവും ഇല്ല. കാരണം ഞാനും കുറേയൊക്കെ തെറ്റുകൾ ചെയ്തവനാ. പക്ഷേ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ ദേവിയോട് ഈ ക്രൂരത ചെയ്തവരാരായാലും വിടില്ല. അവരെ ഞാൻ വെറുതെ വിടില്ല. പോട്ടെ ചേട്ടാ, ഓടുന്നവനും ഓടിക്കുന്നവനും ഓട്ടം തുല്യമാണ്. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നവന് ദൈവം തന്നെ അതിന്റെ കൂലി കൊടുക്കും. വിട്ടേക്ക്. എത്ര വേദനകൾ അനുഭവിച്ചു ദേവി. ഞാനും ദേവിയല്ല കരഞ്ഞത് ഞങ്ങളാ. എന്റെ ദേവിക്ക് ക്യാൻസർ ആണെന്ന സ്കാൻ റിപ്പോർട്ട്. ചെമ്പകമംഗലത്ത് 1-2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും തകർന്നു പോയില്ലേ? എന്റെ കൂടെ കൂടുമ്പോ ദേവിക്ക് കഷ്ടകാലവും കണ്ണീരുവാ. പണ്ടും ഇപ്പോഴും ശാന്തമായ അവസ്ഥയിൽ ജീവിക്കാൻ നമുക്ക് കഴിയില്ലെന്നവരെ ഞാൻ ഓർത്തുപോയി. ചേട്ടാ, ദേവിയില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എനിക്കെന്റെ ദേവിയോടുള്ള സ്നേഹത്തിന്റെ ആഴം എത്രയാണെന്ന് പറയാൻ വാക്കുകളില്ല. അത്രയ്ക്ക് ജീവനാ എനിക്ക് നിന്നെ. ചേട്ടൻ എന്നോടുള്ള സ്നേഹത്തെ പറ്റി ചേട്ടൻ ഇനിയൊന്നും പറയണമെന്നില്ല. അതെനിക്കറിയാം. എന്റെ പിടിപ്പുകേടുകൊണ്ട് ചേട്ടൻ മാധുരി വിരിച്ച വലയിൽ വീണത്. അതും ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു എന്ന് നമ്മൾ മീനാക്ഷിയിലൂടെ തിരിച്ചറിഞ്ഞില്ലേ? ദേവി, ഇനി ദൈവം നമ്മൾ അങ്ങനെ കരയിപ്പിക്കില്ല ചേട്ടാ. കാരണം നമ്മൾ അത്രയേറെ കരഞ്ഞു തീർത്തില്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.